നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അണലിവേഗത്തെക്കുറിച്ചാണ്. അപ്പോസൈനേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ആൽസ്റ്റോണിയ സിനേനേറ്റ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6000 അടി ഉയരം വരെയുള്ള പ്രദേശങ്ങളിലും ഗംജം, ഗോദാവരി തുടങ്ങിയ മലമുകളിലും കാണപ്പെടുന്ന നിത്യഹരിത വൃക്ഷമാണ് അണലിവേഗം. ഇതിന് 6 മീറ്റർ വരെ ഉയരം കാണപ്പെടാം. ഇതിൻ്റെ തടി ചാരനിറത്തിലായിരിക്കും. ഇതിൻ്റെ ഇലകൾ 4 ഇഞ്ചിൽ കൂടുതൽ നീളമുള്ളവയും അറ്റങ്ങൾ കൂർത്തിരിക്കുന്നവയുമാണ്. ഇതിന് 1 ഇഞ്ചിൽ താഴെ മാത്രമേ വീതി കാണുകയുള്ളൂ. ഏകദേശം 3 മുതൽ 6 വരെയുള്ള ഇലകൾ കമ്പിനെ ചുറ്റിയാണ് കാണപ്പെടുന്നത്. ഇത് നീല നിറമുള്ളത്, വെള്ള നിറമുള്ളത്, അലങ്കാരമായി കണക്കാക്കപ്പെടുന്നത് എന്നിങ്ങനെ വിവിധ ഇനങ്ങളിലായി കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ ശാഖാഗ്രത്തിലാണ് ചെറുമണമുള്ള പൂക്കൾ വിരിയുന്നത്. ഇവ കുടകപ്പാലയുടെ പൂക്കൾക്ക് സദൃശവുമായിരിക്കും. വേരും പട്ടയുമാണ് ഇതിൻ്റെ ഔഷധ ഭാഗങ്ങൾ. ഇത് ഇരുമ്പ് തൊടാതെ കല്ലുകൊണ്ടോ മറ്റോ ഇടിച്ചെടുക്കുകയാണ് പതിവ്. നീണ്ടു വണ്ണം കുറഞ്ഞ ഉരുണ്ട ഇതിൻ്റെ ബിംബഫലകങ്ങൾ ഉണങ്ങിക്കഴിയുമ്പോൾ അടിഭാഗം പൊളിഞ്ഞു വരുന്നതാണ്. ഈ ഫലങ്ങളുടെ അറ്റം കൂർത്തവയും അതുപോലെ തന്നെ ധാരാളം വിത്തുകൾ ഇവയ്ക്കുള്ളിലായും കാണപ്പെടുന്നു. സംസ്കൃതത്തിൽ ഇതിനെ വിഷഗ്നി, ആനന്ദ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. വിത്തുപാകിയോ കമ്പുനട്ടോ ആണ് ഇതിൻ്റെ വംശവർധന നടത്തുന്നത്. ഇത് അഗ്നിവർദ്ധനമാണ്, വിഷഹരമാണ്, ത്വക്ക് രോഗങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ വേര് വിഷഹരമായിട്ട് ഉപയോഗിച്ചു കാണുന്നുണ്ട്. ഇവ കയ്പുള്ളതും ബന്ധകാരിയും ഉഷ്ണിപ്പിക്കുന്നതുമാണ്. ഇവയ്ക്ക് ശുദ്ധീകരണ ഗുണങ്ങളുണ്ട്. ചെവിവേദന, ഉന്മാദം, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവയിലും ഇവ ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കും. അണലിവേഗം എന്നതിൻ്റെ പേര് കൊണ്ട് തന്നെ ഈ അണലിയുടെ വിഷത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇത് വിഷശമനമാണ്. ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഇത് കഷായം വെച്ചിട്ട് കൊടുക്കും. അതുപോലെ അത് തന്നെ അരച്ച് പുറമെ പരട്ടും ചെയ്യും, ആ വീക്കൊക്കെ ഉണ്ടെങ്കിൽ. ഇത് ചേർന്ന അനവധി ഔഷധങ്ങൾ ഈ വിഷചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന വളരെ പഴക്കമുള്ള ത്വക്ക് രോഗങ്ങൾ ഇതിൻ്റെ കഷായം വെച്ച് കൊടുക്കുക. ഇത് തന്നെ വെളിച്ചെണ്ണ മൂപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ വളരെ പഴകിയ ത്വക്ക് രോഗങ്ങൾക്ക് വളരെ ശമനം ഉണ്ടാവും. പിന്നെ ഈ ചെവി വേദന ഉള്ള സമയത്ത് ഇതിൻ്റെ ഈ ഇല എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ചെവി വേദന കുറയും.